അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള നല്ല നാടൻ സ്റ്റൈലിലുള്ള ബീഫ് കറിയാണ്. ചോറിനും പൊറോട്ടയ്ക്കും അപ്പത്തിനും ഒക്കെ കഴിക്കാൻ നല്ല സോഫ്റ്റായി വെന്ത ബീഫും വറുത്ത തേങ്ങാക്കൊത്തൊക്കെ ഇട്ട ബീഫ് കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും തന്നെ വേണ്ടല്ലോ. അപ്പോൾ ഈ കറി എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ബീഫൊക്കെ നല്ല വൃത്തിയായി കഴുകി വെള്ളം തോത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വെക്കാം. അപ്പോൾ സ്റ്റൗ ഒന്ന് ഓണാക്കി കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഇതേപോലെ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിന് ഒരു 1.5 സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് ഒരു 3 ഏലക്ക, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ചെറിയൊരു കഷ്ണം പട്ട, പിന്നെ ഗ്രാമ്പു, അതായത് 2-3 ഗ്രാമ്പു, ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അതൊന്ന് നന്നായി ചൂടായി വരുമ്പോഴത്തേനും അതിലേക്കും 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നന്നായി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി പച്ചമണം മാറ്റിയെടുക്കണം. അതിനുശേഷം അതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള, അത് നല്ല സ്ലൈസായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തത്, അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ വഴന്ന് വന്നപ്പോഴത്തേനും അതിലേക്കും ഞാനൊരു 15 കൊച്ചുള്ളി, അതായത് ചെറിയ വലിപ്പത്തിലുള്ള കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അത് നടുവേ കീറിയതും അതേപോലെ ഒരു 3 പച്ചമുളക് നടുവേ കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇതൊന്ന് വഴന്ന് കിട്ടാനും ആവശ്യമായിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാമേ. അപ്പോൾ ഇതാ നമ്മുടെ സവാളയും കൊച്ചുള്ളിയും പച്ചമുളകൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴകി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഒരു ചെറിയ സ്പൂണിന് 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ആ പച്ചമണം മാറി കിട്ടുന്നത് വരെ ഒന്ന് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിരുന്ന നമ്മുടെ ആ ബീഫില്ലേ, അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാമേ. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് ഈ സവോളയും കൊച്ചുള്ളിയും മുളകും മസാലയും എല്ലാം കൂടി ഈ ബീഫായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബീഫൊക്കെ നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ ബീഫിന് ആവശ്യമായിട്ടുള്ള ഒരു 1.25 ടീസ്പൂൺ ഉപ്പ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം മസാലയൊക്കെ ബീഫിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, എന്നാലും ഞാനൊരു 1/2 ഗ്ലാസ്സോളം വെള്ളം ആഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ബീഫ് വേവുന്നതിനനുസരിച്ച് തന്നെ ഇതിന് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് ഇതാ ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുക്കറിൻ്റെ മൂടി വെച്ച് ഒന്ന് അടച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു 6 വിസിൽ കേൾപ്പിച്ചെടുക്കണം. അതായത് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് 3 വിസിലും ഇതേപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 3 വിസിലും കൂടെ കേൾപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ബീഫൊക്കെ ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചെടുക്കാം. ഈ പാത്രത്തിലാണ് കേട്ടോ നമ്മളിനി കറി സെറ്റ് ചെയ്തെടുക്കാൻ പോണേ. അപ്പോൾ ഈ ഒരു പാന് അത് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഈ സ്പൂണിന് 1 സ്പൂണോളം വെളിച്ചെണ്ണ ഞാനിവിടെ ആഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് ഞാനൊരു സ്പൂണോളം കടുകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. കടുക് ചൂടായി വരുന്ന ടൈമിൽ തന്നെ ഞാൻ അതിലേക്ക് ഒരു പിഞ്ചോളം പെരിഞ്ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചൂടായ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന ടൈമിൽ ഞാനിതിലേക്ക് 2 വറ്റൽമുളക്, അതേപോലെ തന്നെ നമ്മുടെ മെയിനായ തേങ്ങാക്കൊത്ത് ഇട്ടാലേ നമ്മുടെ ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്തും ഇട്ട് അതൊരു ബ്രൗൺ കളറായി വന്നപ്പോഴത്തേനും അതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് നല്ല രീതിയിൽ ചതച്ച് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാളയുടെ പകുതി ഭാഗം അതെടുത്ത് നല്ല രീതിയിൽ സ്ലൈസായിട്ട് അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിൽ വഴറ്റിയെടുത്തു. അതിനുശേഷം നമുക്ക് ഒരു ചെറിയ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ ശ്രമിക്കണേ. പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഈ തക്കാളിയൊക്കെ നല്ല രീതിയിൽ നമുക്കൊന്ന് വെന്ത് കിട്ടണം.
അപ്പോൾ ഇതാ തക്കാളിയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വഴറ്റി എടുക്കേണ്ടത്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ദാ ഈ ഒരു സ്പൂണിന് 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ സ്പൂണിൽ തന്നെ ഒരു 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നു. ഞാൻ ആദ്യമേ ഒരു 1/2 സ്പൂൺ ചേർത്തു, അതിനുശേഷം ഒരു 1/4 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുത്തു. അങ്ങനെ 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ളതാണ്, അത് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം കുരുമുളകും ആഡ് ചെയ്ത് കൊടുത്തു. ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഈ പച്ചമണം, ഈ മസാലയുടെയൊക്കെ പച്ചമണം മാറി കിട്ടുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നന്നായി നമ്മൾ നല്ല രീതിയിൽ ആ പച്ചമണമൊക്കെ മാറ്റി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ടൈമിലാണ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളെ ബീഫില്ലേ അത് ചേർത്ത് കൊടുക്കാൻ പോണത് കേട്ടോ. നമ്മുടെ ബീഫൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഈ മസാലയായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ആ മസാലയൊക്കെ നമ്മുടെ ഈ ബീഫ് നമ്മൾ വേവിച്ച് വെച്ച ബീഫിൽ പിടിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ നമ്മളൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ അതിനിടയിൽ തന്നെ ഞാനൊരു 1/2 ഗ്ലാസ്സോളം വെള്ളം നമ്മുടെ വേവിച്ചെടുത്ത കുക്കറിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അത് കഴുകി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ മിക്സ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ ഈ ബീഫ് കറി നല്ല തിള വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തിള വരുന്ന ഈ ഒരു ടൈമിൽ നമ്മൾ ഇതിലേക്ക് ഒരു 2 തണ്ടോളം കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ കറിയും ഈ കറിവേപ്പിലയൊക്കെ നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കാവേ. ഇവിടെ ഗ്രേവി കുറച്ചുകൂടെ ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളം കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതല്ല നിങ്ങൾക്ക് ആ തിക്ക് ഗ്രേവി തന്നെയാണ് ആവശ്യമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഒന്ന് ചെറുതായി ഒന്ന് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മൂടി വെച്ച് ഒരു 1 മിനിറ്റോളം നമുക്കിതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അത് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. അപ്പോൾ ഇതാ 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് നമ്മളുടെ കറി ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ തുറക്കുന്ന ടൈമിൽ തന്നെ ആ തേങ്ങാക്കൊത്തിൻ്റെയും ആ മസാലയുടെയും ആ ബീഫിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ മണം ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഇതിൽ സ്പൂൺ ഇടരുത്, ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് കറക്കി കൊടുത്ത് എടുത്താൽ മാത്രം മതി കേട്ടോ. അങ്ങനെയും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഈ ബീഫ് കറി ഇവിടെ നല്ല അടിപൊളിയായി തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കൊതിയാവും. കാണുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും. അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഇത് നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഫ്രണ്ട്സ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. അസ്സലാമു അലൈക്കും.